ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സലാല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു എഗ്ലെസ് കേക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇതെല്ലാം കൂടി ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി വേണ്ടത് 1/4 കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ റൈസിൻസും വാൾനട്ടും ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/3 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ച് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. തൈര് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതും കുറേശ്ശെ ചേർത്ത് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. കേക്ക് ബാറ്റർ ടൈറ്റ് ആകുന്നതനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദ എന്ന് വെച്ചാൽ 250 ml മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ബാറ്ററിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. 1/2 കപ്പ് പാൽ ഇപ്പം ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച ഡ്രൈ നട്ട്സ് ചേർത്ത് മിക്സാക്കി എടുക്കാം. മൈദപ്പൊടിയിൽ മിക്സ് ചെയ്ത് അതെടുത്തതെന്ന് വെച്ചാൽ കേക്ക് ബാറ്ററിലോട്ട് ഡ്രൈ നട്ട്സ് താന്ന് പോകാതിരിക്കാനായിട്ടാണ്. ഇനി ഫുൾ ഓയിൽ തേച്ച് വെച്ച ഒരു പാനിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഇതിനോടൊപ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവനിലേക്ക് 35 തൊട്ട് 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഡ്രൈ നട്ട്സോ ഫ്രൂട്ട്സോ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ടൂട്ടി ഫ്രൂട്ടി നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുന്നത്. കേക്ക് 35 മിനിറ്റ് എടുത്ത് ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.